ആദ്യ കാലം മുതൽക്ക് തന്നെ ജനങ്ങൾ ചില പ്രദേശങ്ങളെ പരിപാവനങ്ങളായി കണക്കാക്കിയിരുന്നു. ഈ സ്ഥലങ്ങൾക്ക് ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു. അവിടെ വിശേഷപ്പെട്ട മരങ്ങളോ അപൂർവ പാറകളോ ഉണ്ടായിരുന്നു. അവയാകട്ടെ വിസ്മയകരമായ പ്രകൃതി ഭംഗിയാൽ ശ്രദ്ധേയമായിരുന്നു. അവയോട് ചേർന്ന് കൊച്ചു കോവിലുകളും ഉണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളെ ചൈത്യങ്ങൾ എന്നാണ് വിളിച്ചത്. ചൈത്യം എന്ന പദം ഉത്ഭവിച്ചത് ചീത എന്ന വാക്കിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ ചൈത്യം ഒരു പ്രാർത്ഥനാ ഹാളാണ്. ദീർഘചതുരാകൃതിയിലുള്ള ഈ ഹാളിന് നിരവധി തൂണുകളും അർദ്ധവൃത്താകൃതിയിലുള്ള മേൽക്കൂരയുമുണ്ട്. ഹാളിന്റെ അറ്റത്തായി ഒരു സ്തൂപവും നിലകൊള്ളുന്നു. ബുദ്ധമത സാഹിത്യകൃതികളിൽ നിരവധി ചൈത്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ബുദ്ധന്റെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട ലുംബിനി, ബുദ്ധഗയ, സാരനാഥ്, കുശിനഗരം പോലുള്ള നിരവധി സ്ഥലങ്ങൾ ഇവയിൽ വിവരിച്ചിട്ടുണ്ട്. ക്രമേണ ബുദ്ധന്റെ ജന്മസ്ഥലമായ ലുംബിനി, ബുദ്ധന് ബോധോദയം കിട്ടിയ സ്ഥലമായ ബുദ്ധഗയ, ബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലമായ സാരനാഥ്, ബുദ്ധന്റെ നിർമ്മാണ സ്ഥലമായ കുശിനഗരം തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം വിശുദ്ധ കേന്ദ്രങ്ങളായി കണക്കാക്കാൻ തുടങ്ങി. ബുദ്ധൻ മരിച്ച് ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷം അശോക ചക്രവർത്തി ലുംബിനി സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം അവിടെ ഒരു സ്തൂപം പണികഴിപ്പിച്ചു. ബുദ്ധമതത്തിന്റെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ സ്തൂപങ്ങൾ നിർമ്മിക്കുന്ന പാരമ്പര്യം നിലനിന്നിരുന്നു. പിന്നീട് അത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഒന്നായി മാറി. കല്ലുകൾ കൊണ്ടോ ഇഷ്ടികകൾ കൊണ്ടോ ആണ് അവ നിർമ്മിക്കപ്പെട്ടത്. സ്തൂപങ്ങൾ വിശുദ്ധ കേന്ദ്രങ്ങളാണ്. ബുദ്ധന്റെ ശരീരാവശിഷ്ടങ്ങളോ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളോ സംസ്കരിച്ചതിന് ശേഷം അതിനു മുകളിലാണ് സ്തൂപങ്ങൾ പണിതുയർത്തിയത്. അതിനാൽ ബുദ്ധന്റെയും ബുദ്ധമതത്തിന്റെയും ഒരു അടയാളം എന്ന നിലയിൽ സ്തൂപങ്ങൾ ആരാധിക്കപ്പെടാൻ തുടങ്ങി. ബുദ്ധമത അനുയായികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അനവധി സ്തൂപങ്ങൾ നിർമ്മിച്ചു. അശോക ചക്രവർത്തി തൻ്റെ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ബുദ്ധന്റെ ഭൗതികാവശിഷ്ടങ്ങൾ എത്തിച്ചിരുന്നുവെന്ന് ബുദ്ധമത സാഹിത്യകൃതിയായ അശോകവദനയിൽ പരാമർശിക്കുന്നുണ്ട്. അവ സംസ്കരിച്ച സ്ഥലങ്ങൾക്ക് മുകളിൽ സ്തൂപങ്ങൾ നിർമ്മിക്കാൻ അദ്ദേഹം കൽപ്പിക്കുകയും ചെയ്തു. BC 2-ാം നൂറ്റാണ്ടോടെ ധാരാളം സ്തൂപങ്ങൾ പണികഴിപ്പിക്കപ്പെട്ടു. അവയിൽ ഏറ്റവും പ്രസിദ്ധമായത് ബർഹട്ട്, സാഞ്ചി, സാരനാഥ് എന്നിവിടങ്ങളിലെ സ്തൂപങ്ങളാണ്. സ്തൂപങ്ങളുടെ തൂണുകളിലും അഴിവേലികളിലും ധാരാളം ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. രാജാക്കന്മാർ, തൊഴിൽ സംഘങ്ങൾ, സാധാരണ ജനങ്ങൾ, ഭിക്ഷുക്കൾ, ഭിക്ഷുണികൾ തുടങ്ങിയവരുടെ സംഭാവനകൾ കൊണ്ടാണ് സ്തൂപങ്ങൾ പണികഴിപ്പിച്ചത്. സംഭാവന നൽകിയവരുടെ പേരുകൾ, തൊഴിൽ, ജന്മദേശം, ബന്ധുക്കൾ എന്നിവരുടെ എല്ലാം വിവരങ്ങൾ ചില ശാസനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തൂപം എന്നത് ഒരു സംസ്കൃത പദമാണ്. കൂമ്പാരം അഥവാ മൺമേട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആദ്യകാലത്ത് സ്തൂപങ്ങൾ അർദ്ധവൃത്താകൃതിയിലുള്ള ലളിതമായ മൺമേടുകളായിരുന്നു. ഇത് പിൽക്കാലത്ത് അണ്ഡ എന്ന പേരിൽ അറിയപ്പെട്ടു. ക്രമേണ സ്തൂപങ്ങളുടെ ഘടന സങ്കീർണമായി തീർന്നു. സന്തുലിതമായ വൃത്താകൃതിയിലും സമചതുരാകൃതിയിലും അവ നിർമ്മിക്കപ്പെടാൻ തുടങ്ങി. അണ്ഡയുടെ മുകളിലായി ബാൽക്കണി പോലുള്ള നിർമ്മിതി ഉണ്ടാക്കി. ശ്രീകോവിൽ എന്ന് അർത്ഥം വരുന്ന ഹർമിക എന്നാണ് ഇതിനെ വിളിച്ചത്. ദൈവത്തിൻ്റെ വാസസ്ഥലത്തെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. ഹർമികയിൽ നിന്ന് ഒരു കൊടിമരം ഉയർന്നു നിൽപ്പുണ്ട്. ഇതിനെ യഷ്ടി എന്നാണ് പറയുന്നത്. ഇതിനു ചുറ്റുമായി ഛത്രങ്ങൾ അഥവാ കുടകൾ കാണാം. മേടിനു ചുറ്റും കൽവേലി കെട്ടി ഈ വിശുദ്ധ സ്ഥലത്തെ ഭൗതിക ലോകത്തു നിന്ന് വേർതിരിച്ചിരിക്കുന്നു. സാഞ്ചിയിലെയും ബർഹട്ടിലെയും ആദ്യകാല സ്തൂപങ്ങൾ വളരെ ലളിതമായിരുന്നു. കവാടങ്ങളും കൽവേലികളുമല്ലാതെ മറ്റ് നിർമ്മിതികളൊന്നും അതിനു ചുറ്റുമുണ്ടായിരുന്നില്ല. കൽവേലികൾ മുള കൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയതുപോലെ തോന്നിച്ചിരുന്നു. സ്തൂപങ്ങളിലേക്ക് 4 പ്രവേശന കവാടങ്ങൾ ഉണ്ടായിരുന്നു.
4 പ്രധാന സ്ഥാനങ്ങളിലായി സ്ഥാപിക്കപ്പെട്ട ഈ കവാടങ്ങൾ കൊത്തുപണികളാൽ അലങ്കൃതമായിരുന്നു. ഭക്തർ കിഴക്കേ കവാടത്തിലൂടെ അകത്ത് പ്രവേശിക്കുകയും മേടിനെ വലം വയ്ക്കുകയും ചെയ്തിരുന്നു. പിൽക്കാലത്ത് മേടിലുള്ള സ്തൂപങ്ങളെ കൊത്തുപണികളാലും ഭിത്തിമാടങ്ങളാലും അമരാവതിയിലെ സ്തൂപത്തെ പോലെ ആകർഷകമാക്കി തീർത്തു. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സ്തൂപങ്ങളായിരുന്നു അമരാവതിയിലേതും സാഞ്ചിയിലേതും. നിർമ്മിക്കപ്പെട്ട അതേ അവസ്ഥയിലല്ല ഇന്ന് പല സ്തൂപങ്ങളും. കാലത്തെ അതിജീവിക്കാനാകാതെ പലതും മണ്ണടിഞ്ഞപ്പോൾ ചിലത് ചരിത്രബോധമില്ലാത്ത മനുഷ്യരാൽ തകർക്കപ്പെട്ടു. ബുദ്ധമതത്തിന്റെ തകർച്ചയോടെ സ്തൂപങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാരുടെ കോളനി വാഴ്ചക്കാലത്താണ് അമരാവതിയിലെയും സാഞ്ചിയിലെയും സ്തൂപങ്ങൾ കണ്ടെടുക്കപ്പെട്ടത്. ഇതിൽ അമരാവതിയാണ് ആദ്യം കണ്ടെത്തിയത്. 1796 അമരാവതിയിലെ നാട്ടുരാജാവ് സ്തൂപത്തിലെ കല്ലുകൾ ഉപയോഗിച്ച് ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അമരാവതിയിൽ എത്തിയ ബ്രിട്ടീഷുകാരനായ കോളിൻ മക്കൻസിയാണ് ആ ശിലകളുടെ പ്രാധാന്യം ആദ്യമായി തിരിച്ചറിഞ്ഞതും അവയെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതും. പക്ഷേ നിർഭാഗ്യവശാൽ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. 1854 ഗുണ്ടൂരിലെ ബ്രിട്ടീഷ് കമ്മീഷണറായിരുന്ന വാൾട്ടർ എലിയറ്റ് കുറെ ശില്പങ്ങൾ കണ്ടെത്തുകയും അവയെ മദ്രാസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇവയെ എലിയറ്റ് മാർബിൾസ് എന്ന് വിളിക്കുന്നു. അമരാവതി സ്തൂപത്തിന്റെ പടിഞ്ഞാറേ കവാടം കണ്ടെത്തിയതും വാൾട്ടർ എലിയറ്റ് ആയിരുന്നു. ബുദ്ധമത സ്തൂപങ്ങളിൽ ഏറ്റവും വലുതും മനോഹരവും അമരാവതിയിലേതായിരുന്നു എന്ന് വാൾട്ടർ എലിയറ്റ് രേഖപ്പെടുത്തി. തുടർന്ന് ഇതിലെ പല ശില്പങ്ങളും ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലേക്കും ഇംഗ്ലണ്ടിലേക്കും കടത്തിക്കൊണ്ടുപോയി. എന്നാൽ പ്രസിദ്ധ പുരാവസ്തുശാസ്ത്രജ്ഞനായ H. കോൾ ശില്പങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ സംരക്ഷിക്കണമെന്നും അതിൻ്റെ പ്ലാസ്റ്റർ കാസ്റ്റ് മാതൃകയുണ്ടാക്കി മ്യൂസിയങ്ങളിൽ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും അത് പരിഗണിക്കപ്പെട്ടില്ല. അങ്ങനെ അമരാവതിയിലെ മഹാചൈത്യം പ്രതാപമെല്ലാം നഷ്ടപ്പെട്ട് നശിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ്. അതേസമയം സാഞ്ചിയിലെ സ്തൂപത്തിന്റെ വിധി മറിച്ചായിരുന്നു. മധ്യപ്രദേശിലെ ഭോപ്പാൽ ജില്ലയിലുള്ള കനഖേര ഗ്രാമത്തിലാണ് സാഞ്ചിയിലെ സ്തൂപം. BCE 3-ാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തി നിർമ്മിച്ച് സുങ്കന്മാരുടെ കാലഘട്ടത്തിൽ വികസിപ്പിച്ചതാണ് സാഞ്ചി സ്തൂപം. ഉപേക്ഷിക്കപ്പെട്ടിരുന്ന ഈ സ്തൂപം 1818 കണ്ടെത്തിയപ്പോൾ അതിൻ്റെ 4 കവാടങ്ങളിൽ 3 നിർമ്മിച്ച അതേ അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. ഒരെണ്ണം കാര്യമായ തകരാറൊന്നും സംഭവിക്കാതെ നിലത്ത് വീണ് കിടന്നിരുന്നു. ഇതിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള കവാടം യൂറോപ്പിലേക്ക് കൊണ്ടുപോകാൻ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ശ്രമിച്ചു. എന്നാൽ ഭോപ്പാൽ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ ബീഗവും അവരുടെ പിൻഗാമിയായ സുൽത്താൻ ജഹാൻ ബീഗവും സ്തൂപത്തെ സംരക്ഷിച്ചു. സുൽത്താൻ ജഹാൻ ബീഗമാണ് സാഞ്ചിയിൽ ഒരു മ്യൂസിയവും അതിഥി മന്ദിരവും നിർമ്മിക്കുന്നതിന് ധനസഹായം നൽകിയത്. അവിടെ താമസിച്ച് സാഞ്ചിയുടെ ചരിത്രമെഴുതിയ സർ ജോൺ മാർഷൽ തൻ്റെ ഗ്രന്ഥത്തിൻ്റെ പ്രധാന വാല്യങ്ങൾ സുൽത്താൻ ജഹാൻ ബീഗത്തിന് സമർപ്പിച്ചു. സാഞ്ചിയിലെ സ്തൂപ സമുച്ചയത്തിൻ്റെ സംരക്ഷണവും അതിജീവനവും സാധ്യമാക്കിയ ഭോപ്പാലിലെ ഭരണാധികാരികളുടെ വിവേകപൂർണമായ തീരുമാനത്തെ എക്കാലവും സ്മരിച്ചേ മതിയാവൂ.